നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് ധരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ 2025-27 BEd അഡ്മിഷനോടനുബന്ധിച്ചുള്ള അവസാനഘട്ട സ്പോട്ട് അഡ്മിഷൻ 25-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ സ്പോട്ട് അഡ്മിഷന്റെ പ്രത്യേകത അത് കോളേജ് തലത്തിൽ വെച്ചായിരിക്കും, അതായത് അതാത് കോളേജുകളിൽ വെച്ചായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. കോളേജുകളിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഇടും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ അഡ്മിഷൻ എടുത്തത്, അത് മെറിറ്റ് കോട്ടയിലായാലും അതുപോലെ മാനേജ്മെന്റ് കോട്ടയിലായാലും അഡ്മിഷൻ എടുത്തവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രത്യേകത കഴിഞ്ഞ സ്പോട്ട് പോലെ തന്നെ ഇതിനുമുണ്ട്. ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയാതിരുന്നവരെയും പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അഭാവത്തിൽ അപേക്ഷ കൊടുക്കാത്തവർക്കായിരിക്കും ചാൻസ് വരുന്നത്. ഇനി അപേക്ഷകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 11 മണി വരെയാണ് സ്പോട്ടിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അതാത് കോളേജുകളിൽ എത്തിച്ചേരേണ്ടത്. 11 മണിക്ക് ശേഷം എത്തുന്നവരെ പരിഗണിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുട്ടി തന്നെ എത്തണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് പാരൻസിനെ ആരെയെങ്കിലും ചുമതലപ്പെടുത്തി അവർക്കൊരു ഓതറൈസേഷൻ ലെറ്റർ കൂടി കൊടുത്തുവിട്ടാൽ പാരന്റ് ഹാജരായാലും മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും റിസർവേഷനുകളിലൂടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, അതായത് EWS കാറ്റഗറിയുടെ വേക്കൻസി കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ EWS കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ നിർബന്ധമായും കരുതിയിരിക്കണം. ഇക്വലൻസി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ TCയോ മാർക്ക് ലിസ്റ്റോ ഒന്നും തന്നെ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ പോലും പരിഗണിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കോളേജുകളിൽ പ്രിൻസിപ്പലിന് മുന്നിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത്. ആദ്യം വരുന്ന ഓർഡറിൽ കുട്ടികളെ 11 മണിവരെ നമ്മൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തതിന് ശേഷം ആ റാങ്കിൽ ടോപ്പ് വരുന്ന ആളിന് ആ കാറ്റഗറിയിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്ക കോളേജുകളിലും ജനറൽ കാറ്റഗറികളാണ് ഒഴിവുകൾ ഉണ്ടായിട്ടുള്ളത്. കാരണം നേരത്തെ റിസർവേഷൻ കാറ്റഗറിയിൽ ആളില്ലാതിരുന്നത് കൊണ്ട് അതൊക്കെ തന്നെ ജനറൽ കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാത് സബ്ജക്റ്റുകളിലേക്ക് കൃത്യമായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വരുന്നതിനനുസരിച്ച് അവരവരുടെ സബ്ജക്റ്റിന് എവിടെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നോക്കി വേണം അഡ്മിഷന് വേണ്ടിയിട്ട് എത്തേണ്ടത്. ഇനി പ്രധാനമായിട്ടും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ പല സ്ഥലങ്ങളിലും കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് KUCTയുടെ മാനേജ്മെന്റ് സീറ്റ്, സ്പോർട്സ് കോട്ട, EWS കാറ്റഗറി, അതുപോലെ തന്നെ ഡിഫൻസിന്റെ സീറ്റ്, ഈ 4 കാറ്റഗറിയിൽ വരുന്ന സീറ്റുകളിൽ ഒരു പക്ഷേ അതാത് സബ്ജക്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള വേക്കൻസിക്ക് ആളുകൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റിലേക്ക് പരിഗണിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഈ 4 കാറ്റഗറിയിൽ വരുന്നതാണ് EWS, KUCTയുടെ മാനേജ്മെന്റ് കോട്ട, അതുപോലെ ഡിഫൻസ്, പിന്നീട് വരുന്നത് നമ്മുടെ സ്പോർട്സ് കോട്ടയാണ്. ഈ 4 കാറ്റഗറിയിലുള്ളവരെ മറ്റുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ പോലും പരിഗണിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ വരുന്നത് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ കണക്കിനുള്ള സീറ്റുകളായതിനാൽ അത് സബ്ജക്റ്റ് വേരിയേഷൻ നമുക്ക് അനുഭവപ്പെടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മിക്ക കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഉൾപ്പെടെ മാനേജ്മെന്റ് സീറ്റുകൾ വേക്കന്റ് ആണ്. മാനേജ്മെന്റ് സീറ്റിലേക്കും ഇതുവരെ അപ്ലൈ ചെയ്യാതിരുന്നവർക്ക് പോലും അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഡേറ്റും സമയവും മറക്കണ്ട. 25-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുന്നേ തന്നെ വേക്കൻസി നോക്കിയതിന് ശേഷം അവരവർക്ക് സൗകര്യമുള്ള കോളേജുകളിലേക്ക് എത്തുക. ഇതുവരെയും അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് പോലും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ BEd സീറ്റ് ഉറപ്പാക്കുക.